നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആശുപത്രി പോയി കൗണ്ട് ചെക്ക് ചെയ്തു. കൗണ്ട് ചെക്ക് ചെയ്തിട്ട് കൗണ്ട് ഉണ്ടായിരുന്നു. കൗണ്ട് ചെക്ക് ചെയ്തിട്ട് പിന്നെ ഡോക്ടറെ കയറി കണ്ടു. ഡോക്ടർ അന്നേരം 23-ാം തീയതിയാണ് എൻ്റെ കീമോ പറഞ്ഞേക്കുന്നത്. അപ്പം എനിക്ക് 8 കീമോയാകും. ആകുമ്പം പിന്നെ അടുത്ത ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്തു, ഷെയർ ചെയ്തു, എല്ലാം ചെയ്ത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് മെസ്സേജ് നോക്കി കുറേ പേർക്ക് മറുപടി അയച്ച്. പിന്നെ എനിക്കെല്ലാം എന്താണെന്നറിയാവുന്നേ, എനിക്ക് കണ്ണിൽ കൂടെ വെള്ളം വരുക. ഈ കീമോ ചെയ്യുന്നതുകൊണ്ടായിരിക്കും, ചൂടിൻ്റെ ആയിരിക്കും. കണ്ണിൽ കൂടെ വെള്ളം വരുന്നതുകൊണ്ട് എനിക്ക് നോക്കിയിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പിന്നാണെങ്കിൽ ഞാൻ കുറച്ചൊക്കെ മെസ്സേജ് അയച്ചു. ബാക്കിയൊക്കെ എല്ലാവരോടും ഞാൻ മെസ്സേജ് അയക്കാം. എൻ്റെ വൈകാഴിക കൊണ്ടാണ് ഞാൻ അയക്കാത്തത്. എല്ലാവർക്കും ഞാൻ മെസ്സേജ് അയക്കാം. പിന്നെ എല്ലാവരോടും എനിക്ക് സന്തോഷമാണ്. എൻ്റെ ഒരു ചാനലുണ്ട് യൂട്യൂബിനകത്ത്, മൈ ഹോം കിച്ചൺ എന്ന് പറഞ്ഞാൽ. എൻ്റെ വീഡിയോ എല്ലാവരും കാണുക. എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുക. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്ത് തന്നെ ഇതാക്കുക. അതെനിക്കൊരു വലിയ ഉപകാരമായിരിക്കും. പിന്നെ ഒത്തിരി പേര് ക്യാൻസറിനെ കുറിച്ചൊക്കെ പറയുന്നത് ഞാൻ കേട്ട്. കാരണം എല്ലാവരും വന്ന് നമ്മളോട് സംസാരിക്കത്തില്ലേ. അപ്പോൾ ഇന്നലെ ഒരു ചേച്ചി പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. ആ ചേച്ചീന് ഡോക്ടർ ഇത് പറഞ്ഞിട്ട് ആ ചേച്ചി കാര്യമാക്കാതെ ജോലിക്ക് പോയി. പിന്നെ തിരിച്ച് വന്നിട്ട് ആ ചേച്ചിക്കുണ്ടായ അനുഭവം ആ ചേച്ചി പറയുന്നത്. എൻ്റെ പറയാനാണെങ്കിൽ എനിക്ക് ഇത് ക്യാൻസറാണെന്ന് അറിഞ്ഞപ്പം എനിക്ക് ഒത്തിരി വിഷമമായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് തന്നെ, എൻ്റെ മോന്, എനിക്ക് അങ്ങനെ പറയാനറിയത്തില്ല. എനിക്ക് എൻ്റെ കുഞ്ഞിനെ കുറിച്ചൊട്ട്, എൻ്റെ കുഞ്ഞാകെ ആരോരും ഇല്ലാതായിപ്പം എൻ്റെ കുഞ്ഞിന് ഞാൻ മാത്രമേ ഉള്ളൂ. എന്നെ സഹായിക്കുന്നതും ഒക്കെ എൻ്റെ അടുത്ത വീട്ടിലുള്ളവരും എന്നെയായിട്ട് ബന്ധമില്ലാത്തവരാണ് എന്നെ സഹായിക്കുന്ന എല്ലാവരും. അപ്പം ഞാനാണെങ്കിൽ എന്നെ എന്നറിയോ, എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ആ ഒരവസ്ഥയിൽ. എനിക്കത് എങ്ങനെ കടന്നു പോയെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഡോക്ടർ പറഞ്ഞു മുടി പോകും, മുഖം മാറും, കറുപ്പ് വീഴും, അതൊക്കെ പിന്നെ കാലക്രമേണേ പിന്നെ മാറത്തുള്ളൂ, അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ രണ്ടാമത് സങ്കടപ്പെട്ടത് എൻ്റെ തലമുടി പോയ സമയത്തായിരുന്നു. അതെനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എനിക്കൊരു ഭയങ്കര വിഷമമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടായിരുന്ന മുടി നഷ്ടപ്പെട്ടു പോകുമ്പം. പിന്നെ ആദ്യ കീമയൊക്കെ ചെയ്യുമ്പോൾ ഞാനാണെങ്കിൽ കിടപ്പായിരുന്നു. എനിക്ക് ദേഹമെല്ലാം തളർന്ന്, എൻ്റെ ദേഹത്ത് വലിയ പരുവൊക്കെ വന്ന് എനിക്ക് കാലൊന്നും അനക്കാൻ വയ്യാതെ ഞാൻ ഒരുപാട് ദുരിതം അനുഭവിച്ചു. വേദനയും പിന്നെ കീമോ ചെയ്തിട്ട് വരുമ്പോൾ ഭയങ്കര വേദനയാണ് ദേഹത്തെല്ലാം. രാത്രിയിലൊന്നും ഉറങ്ങാൻ പറ്റത്തില്ല, വേദന കൊണ്ട് നമ്മൾ പൊളയും. ആ ഒരവസ്ഥയിലാണ് നമ്മൾ ഇരിക്കുന്നത്. പിന്നെ ഇതൊക്കെ തന്നെയാണ്. ഒരിക്കലും ഈ ക്യാൻസർ വരുന്ന ഒരാൾക്ക് മാത്രമേ അവരുടെ ആ ഒരു വേദനകൾ പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. പിന്നെ നിങ്ങളെപ്പോലുള്ള നല്ലവർ നമ്മുടെ വേദനയിൽ പങ്കുചേർന്നതിന് നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങളെന്നെ വീണ്ടും ഇതുപോലെ തന്നെ ഇതാക്കുക. എനിക്കെല്ലാം നിങ്ങളൊക്കെയാണ്. എൻ്റെ എല്ലാം. ഇത് നമ്മുടെ അടുക്കളയാണ്, കുളിക്കാനുള്ള വെള്ളമാണ്. പിന്നെ നമ്മുടെ ഇടയ്ക്കെന്ന് നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടിൻ്റെ അടുക്കളയാണ്. പിന്നെ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ ഹൃദയത്തിൽ തൊട്ട് നന്ദി.